ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്റ്റേഡിയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ആൻഫീൽഡ് സ്റ്റേഡിയം മാച്ച് നടക്കുന്ന സമയത്ത് ആരാധകരുടെ പാട്ടും ആവേശവും നിറഞ്ഞ ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫുട്ബോൾ മ്യൂസിയം സന്ദർശിക്കുന്നത് ലിവർപൂളിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. യൂറോപ്യൻ കപ്പുകൾ, ലീഗ് കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള പ്രധാന ട്രോഫികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കളിക്കാരുടെ ഓർമ്മ ചിത്രങ്ങളും മ്യൂസിയത്തിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. 1884 ഈ സ്റ്റേഡിയം തുറന്നത്. ഏകദേശം 60,000-ലധികം കാണികളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി ഈ സ്റ്റേഡിയത്തിനുണ്ട്. ലിവർപൂളിന്റെ ചരിത്രപരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് ഈ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാച്ചുള്ള സമയത്ത് നെവർ വാക്ക് എലോൺ എന്ന ഗാനം ആരാധകർ ആലപിക്കുമ്പോൾ അത് കേൾക്കുവാൻ ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ്. ക്ലബിന്റെ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഫെർണാണ്ടോ ടോറസ്, സുവാരസ്, മുഹമ്മദ് സലാഫ് എന്നിവർ. മ്യൂസിയത്തിൽ ഇവരുടെയൊക്കെ ജേഴ്സികളും ബൂട്ടുകളും അവർ നേടിയ ട്രോഫികളും പ്രധാന മത്സരങ്ങളുടെ ചിത്രങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഇതിഹാസ താരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ചിലരാണ് കെന്നി ഡാൽഗ്ലിഷ്, ഇയാൻ റഷ്, സ്റ്റീഫൻ ജെറാൾഡ് എന്നിവർ. അതുപോലെ ക്ലബിന്റെ സുവർണ കാലഘട്ടത്തിൽ ഒട്ടേറെ കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. എല്ലാ കളിക്കാരുടെ സിഗ്നേച്ചർ പതിപ്പിച്ച ജേഴ്സികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അവർ കഴിക്കുന്ന കാലോറീസും അവർ എന്തൊക്കെ ഫുഡ്സ് ആണ് അവരുടെ മെനുവിൽ ആഡ് ചെയ്യുന്നു, അതുപോലുള്ള പല കാര്യങ്ങളും അവിടെയുള്ള ഒരു ഗൈഡ് നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഈ ഒരു ഡൈനിങ് റൂമിൽ അവരുടെ ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അടുത്തിടെയുണ്ടായ കാർ അപകടത്തിൽ മരണപ്പെട്ട ക്ലബിന്റെ പ്രധാന കളിക്കാരനായ ഡിയാഗോ ജോട്ടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരാധകർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന പൂക്കളും ഷാളുകളും ഫോട്ടോകളും ജേഴ്സികളും ഒക്കെയാണിത്. അദ്ദേഹത്തിന്റെ വിയോഗം ക്ലബിന് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്.